രമേശ് ചെന്നിത്തലയും കെ.എം. സുധാകരനും വി.ഡി. സതീശനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. കേൾക്കുമ്പോൾ രസകരമായ കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ഒരു ആക്ടിവിറ്റികളിലും ഇടപെടാതെ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലേക്ക് കുതിച്ചിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധയൂന്നുന്നു എന്ന കാരണമാണ് ഇതിനായി നികത്തിയിരിക്കുന്നത്. വി.ഡി. സതീശൻ അടക്കമുള്ളവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള സ്ത്രീകളുടെ ഭാഗത്ത് നടക്കും വലിയ തോതിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും പരാതികളും ഉയരുമ്പോഴാണ് മുൻ KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ കേരളം തന്നെ വിട്ടുപോയിരിക്കുന്നത്. സതീശൻ്റെ ഒരു കാര്യങ്ങളിലും ഇടപെടാനില്ല, 2025 മിഷൻ 25 തൻ്റേത് മാത്രമാണ്, താൻ തന്നെ നോക്കിക്കൊള്ളൂ എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല നാടുവിട്ടിരിക്കുന്നത്. കെ. സുധാകരനാകട്ടെ കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ണൂരിലാണ്. തിരുവനന്തപുരവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കെ. സുധാകരൻ്റെ ഇടപെടൽ. അതായത് KPCC ആസ്ഥാനം കേന്ദ്രീകരിച്ച് വി.ഡി. സതീശൻ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കെ. സുധാകരനും മുല്ലപ്പുഴ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പൂർണ്ണമായ തോതിൽ സതീശനെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് വയനാട്ടിൽ നടന്ന കോൺഗ്രസ് നേതൃസംഗമത്തെ തുടർന്ന് പുറത്തുണ്ടായ മിഷൻ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകൾ ഏകോപിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും എല്ലാം പ്രിപ്പയർ ചെയ്ത പരിപാടിയുടെ മെയിൻ സൂത്രധാരൻ എന്ന് പറയുന്നത് വി.ഡി. സതീശനായിരുന്നു. സതീശൻ ഉണ്ടാക്കിയ ഫോർമുല അനുസരിച്ചാണ് അത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ താൻ ഉണ്ടാക്കിയ കാര്യം താങ്കൾ തന്നെ സതീശ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നേതൃത്വമായ ഈ പറയുന്ന കെ. സുധാകരനും ചെന്നിത്തലയും എല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കുന്നത്. പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങളോ പ്രസ്താവനകളോ മറ്റു ഒരു സംഗതികളോ കെ. സുധാകരൻ്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുറത്തു വരുന്നില്ല. അല്ലറ ചില്ലറ ചില പരിപാടികളിൽ പങ്കെടുത്തത് ഒഴിച്ചാൽ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാഴ്ചയാണ്. കാരണം സതീശിനെതിരെ സിമി റോസ്ബെല്ലെല്ലാം വലിയ ആരോപണങ്ങൾ ഉയർത്തി റോസ്ബെല്ലിനെ പുറത്താക്കിയ നടപടിക്രമത്തിൽ ഒപ്പുവെച്ചത് ഒഴിച്ചാൽ മറ്റൊരു സംഭവങ്ങളും സുധാകരൻ്റെ ഭാഗത്ത് KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് അതായത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തെ പിടിച്ചു കുലുക്കാൻ കഴിയുന്ന PV അൻവറിൻ്റെ അടക്കമുള്ള പ്രസ്താവനകളും മറ്റു വെളിപ്പെടുത്തലുകളും അതേ തുടർന്ന് ADGPയുടെ ഇഷ്യൂസും എല്ലാം പുറത്തു വന്നിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദങ്ങളെല്ലാം പുറത്തു വന്നിട്ടും ഇവരൊന്നും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോ കെ. സുധാകരനോ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ പൂർണ്ണമായി തന്നെ മാറി നിൽക്കുകയാണ്. വി.ഡി. സതീശൻ്റെ പന്ത് കൊടുത്തിട്ട് താങ്കൾ തന്നെ കളിച്ചോളൂ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സതീശനാണ്. കാരണം സ്വന്തം തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ താൻ മാത്രമേ ഉള്ളൂ. മറ്റാരും കൂടെ നിൽക്കുകയോ മറ്റു ഇടപെടലുകൾ നടത്തുകയോ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് അൻവറിൻ്റെ പ്രസ്താവനകൾ വന്നെങ്കിൽ പോലും ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാനോ നടപടി സ്വീകരിക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. കേവലം തിരുവനന്തപുരത്ത് നടക്കുന്ന സെക്രട്ടേറിയറ്റിലേക്കുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഒഴിച്ചാൽ ബാക്കി ഒരു പ്രവർത്തനങ്ങൾ ഒരു ആക്ടിവിറ്റികൾ നടക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നല്ലൊരു ആയുധം കിട്ടിയിട്ട് പോലും പൂർണ്ണമായ തോതിൽ ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള നഗ്നമായ സത്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, വി.ഡി. സതീശനോടൊപ്പം ആരുമില്ല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം പൂർണ്ണമായി തെളിയുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവരെ വലിയ തോതിൽ അലട്ടുന്നുണ്ട്, ആശങ്കയിലാക്കുന്നുണ്ട്. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇവർക്ക് ഇപ്പോഴും ആശങ്കയുള്ളത്. പുതിയ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാനാകുമെന്ന് അറിയാതെ ഉഴലുന്ന കോൺഗ്രസ്സിന് ഇനി പുതിയൊരു ദൈവദൂതനെ പോലെ ആരെങ്കിലും അവതരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ അണികൾ തന്നെ പറയുന്നത്.